വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്, അതത് ലാസ്റ്റ് പാർട്ടാണ്. ഇതും കൂടി ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തിലെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആൻസർ, പേജ് നമ്പർ 8 ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാത്തിൻ്റെയും എളുപ്പവഴി വെച്ചിട്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ എളുപ്പവഴിയിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാവുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. 6ാമത്തെ 5 എണ്ണവും നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ചെയ്ത് തന്നെ പഠിക്കണം. ഇത് പാറ്റേൺ അല്ലെങ്കിൽ സീക്വൻസ് ആണ്. ചെയ്ത് പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കണേ. നോക്കണേ, വാട്ട് ഹാപ്പൻ വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിങ് വിത്ത് 1. അതായത് ടേക്ക് 1, 1 + 2, 1 + 2 + 4, 1 + 2 + 4 + 8, etc. Now add 1 to each of these numbers. What number do you get? Why does this happen? അപ്പോൾ നോക്കിയേ, വാട്ട് ഹാപ്പൻഡ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിങ് വിത്ത് 1. ഇവിടെ പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, നമ്മൾ പഠിച്ചതാണ് 2ൻ്റെ പവർ അല്ലേ. 2ൻ്റെ പവർ ഇത് എടുത്ത് എഴുതേണ്ട കാര്യമില്ല, എന്നാലും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. 2ൻ്റെ പവറുകൾ അല്ലേ. 2ൻ്റെ പവർ എഴുതുമ്പോൾ ഇത് തെറ്റിക്കല്ലേ കുഞ്ഞുങ്ങളെ. ഇത് ഒരു മാറി ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. 2:0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. 3:0 എന്ന് വെച്ച് കഴിഞ്ഞാലും 1 ആണ്. ഞാൻ ഇപ്പോൾ ഈ പാറ്റേണിൻ്റെ ഏത് ലിങ്കിലും അത് എടുത്ത് പറയുന്നുണ്ട്, അത് മറക്കല്ലേ. 2:0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 2:1 എന്ന് വെച്ചാൽ 2 ആണ്. 2:2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആണ്. എന്ന് വെച്ചാൽ 3 വട്ടം ഉണ്ടെന്നല്ലേ. 2 × 2 × 2 × 2 ആണ് അല്ലേ. അതുപോലെ 2:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 4 വട്ടം ഉണ്ടെന്ന്, 4 ടൈം. അങ്ങനെ ആകുമ്പോൾ 16. 2⁵ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 5 വട്ടം ഉണ്ടെന്ന്. ഇത് നമ്മൾ കുറേ പറഞ്ഞതാ, എന്നാലും ഒന്ന് ഓർത്ത് വെക്കാനാണ് കേട്ടോ. ഓക്കെ ആണോ അത്രയും? പവേഴ്സ് ഓഫ് 2. അപ്പോൾ നമ്മൾ 2ൻ്റെ പവറുകൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. അതിൻ്റെ സീക്വൻസ് അല്ലേ, പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? ഇനിയും എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് വിത്ത് 1 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ കൊടുത്തിരിക്കുന്ന ഈ പവറിൻ്റെ കൂടെ എല്ലാം നമ്മൾ എന്താ 1 കൊടുത്ത് ആഡ് ചെയ്യണം. ഫസ്റ്റ് നോക്കിയേ, 1, പിന്നെ 1 കൊടുത്തു അല്ലേ. 1 പിന്നെ 1 + 2 എത്ര, 3, പിന്നെ 1 + 2 + 4 എത്ര, 7 അല്ലേ. പിന്നെ 1 + 2 + 4 + 8 എത്ര കുഞ്ഞുങ്ങളെ, 15 അല്ലേ. പിന്നെ അങ്ങനെ ഓരോന്നും കൂട്ടണം. നമുക്ക് ഈ കിട്ടിയ പവറുകൾ ആദ്യമേ 1 എടുത്ത്, പിന്നെ 1 2 എടുത്തു, പിന്നെ 1 2 3, പിന്നെ 1 2 3 4, ഇങ്ങനെ ഓരോ നമ്പറുകൾ കണ്ടോ എടുത്ത് കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് എത്ര വേണമെങ്കിലും വരും ഇല്ല. ഇനി ഇങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് ഇതിൻ്റെ പവർ, 2ൻ്റെ പവർ എഴുതുക. 2ൻ്റെ പവറാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 2ൻ്റെ പവർ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് നോക്കിയേ, 1 ആണ്, 1 തന്നെയാണ് 1ൻ്റെ. അടുത്ത 2 എന്ന് പറയുന്നത് 1 + 2 3 ആണ്. പിന്നെ 1 അധികം, അതായത് 1 + 2 + 4 എന്ന് പറഞ്ഞത് 7 ആണ്. പിന്നെ 1 + 2 + 4 + 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ആണ്. അങ്ങനെ കൂട്ടാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കിട്ടിയ നോക്കിയേ, 1 3 7 15 31 എന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അവർ പറയുന്നത് നൗ ആഡ് 1 to ഈച്ച് ഓഫ് ദീസ് നമ്പർ. ഈ കിട്ടിയ നമ്പറിൻ്റെ കൂടെ നമ്മൾ 1 കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തോ കിട്ടുന്നത് നോക്കാം. ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ എന്താ, 2ൻ്റെ പവർ ആണ് ഈ എഴുതി വെച്ചേക്കുന്നത് അല്ലേ. അതിൻ്റെ ആൻസറാണ് ആ 2ൻ്റെ പവറുകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്കിത് കിട്ടി. അതിൻ്റെ കൂടെ നിങ്ങൾ 1 കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. ഓരോ നമ്പറിൻ്റെയും കൂടെ 1 കൂടി ഒന്ന് കൂട്ടി നോക്കാൻ നോക്കൂ നിങ്ങളെ. ഇവിടെ നമുക്ക് ഫസ്റ്റ് 1 ആണ്, 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 2 കിട്ടി. പിന്നെ നമുക്ക് 3 ആണ് കിട്ടിയത്, 3യുടെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ 4 കിട്ടി. പിന്നെ നമുക്ക് 7 ആണ് കിട്ടിയത്, 7ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ 8 കിട്ടി. പിന്നെ 15 ആണ് കിട്ടിയത്, 15ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 16 കിട്ടി. പിന്നെ നമുക്ക് 31 ആണ്, 31ൻ്റെ കൂടെ കിട്ടിയപ്പോൾ 32 കിട്ടി. നോക്കിക്കേ, ഇതിനകത്തിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. എന്താ ഞങ്ങളെ, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതെല്ലാം നമുക്ക് എന്താ, നമുക്ക് 2ൻ്റെ പവറുകൾ തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ 2:1, 2:2, 2:3, 2:4 അങ്ങനെ എഴുതുന്നതിൻ്റെയൊക്കെ 2 4 8 16 32 എന്ന ആൻസർ നമുക്ക് 2ൻ്റെ പവറാണ് ഇവിടെ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എളുപ്പമല്ലേ? എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചത് 2ൻ്റെ പവർ ഓഫ് 2
അല്ലേ? പവർ ഓഫ് 2 നമ്മൾ എഴുതി. അതിൻ്റെ കൂടെ എന്താ അത് എന്നിട്ട് കൂട്ടുക, ആ പവറുകൾ തങ്ങളിൽ കൂട്ടുക. പവറുകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ നമുക്ക് ഓരോ ആൻസർ കിട്ടി. കണ്ടോ? ഈ ആൻസർ കിട്ടി. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? 1 കൂടി കൂട്ടുക. നോക്കിയേ, 1 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2ൻ്റെ പവറാണ്, 2ൻ്റെ പവറാണ് കിട്ടിയത്. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ നിങ്ങൾ. ഇവിടെ ടെസ്റ്റിലുണ്ട്, കണ്ടോ? വാട്ട് ഹാപ്പൻ വെൻ യു മൾട്ടിപ്പിൾ ദ ട്രയാങ്കുലർ നമ്പേഴ്സ് ബൈ 6 ആൻഡ് ആഡ് 1? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? ഓക്കെ ആണോ? നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ? മൾട്ടിപ്പിൾ ദ ട്രയാങ്കുലർ നമ്പേഴ്സ് ബൈ 6. മനസ്സിലായ? ട്രയാങ്കുലർ നമ്പർ ഏതായിരുന്നു കുഞ്ഞുങ്ങളെ? ട്രയാങ്കുലർ നമ്പർ ഓർമ്മയുണ്ടോ? നമ്മൾ മറക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡ് നമ്പറുകളെ തങ്ങളിൽ കൂട്ടുക എന്നുള്ളതാണ്. ഫസ്റ്റ് 1, പിന്നെ 1 2 കൂടെ കൂട്ടുമ്പോൾ 3, അല്ലേ? പിന്നെ 1 2 3 കൂടെ കൂട്ടുമ്പോൾ 6, 1 2 3 4 കൂടെ കൂട്ടുമ്പം 10, 1 2 3 4 5 കൂടെ കൂട്ടുമ്പം 15. അപ്പോൾ ഇതാണ് എന്താ? ട്രയാങ്കുലർ നമ്പർ. ഓക്കെ ആണോ? എല്ലാത്തിൻ്റെയും ഞാൻ എന്താണെന്ന് എഴുതിയിട്ടാണ് ആൻസർ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ട്രയാങ്കുലർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 3 6 അല്ല, 1 3 6 10 15 ആണ്. ഓക്കെ ആണോ നിങ്ങളെ? ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് കുറേ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താ, നിങ്ങൾക്ക് ട്രയാങ്കുലർ നമ്പർ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ഈ നമ്പറുകൾ ഓർമ്മ വരും കേട്ടോ. അതിനു വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറഞ്ഞത്? മൾട്ടിപ്പിൾഡ് ദ ട്രയാങ്കുലർ നമ്പർ ബൈ 6 വെച്ചിട്ട് നമുക്ക് ഈ കിട്ടിയ ട്രയാങ്കുലർ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് നമുക്ക് 1 ആണ് കിട്ടിയത്. ട്രയാങ്കുലർ നമ്പർ 1 ആണ്. ആ 1നെ 6 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അടുത്ത നമുക്ക് 3 ആണ്. 3നെ 6 വെച്ച് 6 എന്ന് വെച്ചാൽ ഹെക്സഗൺ എന്നുള്ള കേട്ടോ. ട്രയാങ്കുലർ നമ്പർ ബൈ 6 ആൻഡ് ആഡ് 1. ഇവിടെ നമുക്ക് ഹെക്സഗൺ പറഞ്ഞിട്ടില്ല, 6 വെച്ച് ചെയ്യാനാണ്. ഓക്കെ, അടുത്ത 3 ആണ്. 3 വെച്ച് നമ്മൾ 6 വെച്ച് ചെയ്യുമ്പം 18 കിട്ടി. അടുത്തത് 6 ആണ്. 6 വെച്ച് 6 ചെയ്തപ്പോൾ 36. അടുത്ത 10 ആണ്. 10 വെച്ച് ചെയ്തപ്പോൾ 60. അടുത്ത 15 ആണ്. 15നെ 6 വെച്ചപ്പോൾ 90. അടുത്ത അങ്ങനെ എന്താ, അടുത്ത നമ്പറിനെ വെച്ചിട്ട് അടുത്ത 6 വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? ആഡ് 1 എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് 1 അതിൻ്റെ കൂടെ ആ കിട്ടിയതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ആ കിട്ടിയതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യാൻ. നമുക്ക് കിട്ടിയ 6 ആണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഇത് ട്രയാങ്കുലർ നമ്പറാണ്. ഇത് എഴുതിയത് നിങ്ങൾ എന്താണെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രയാങ്കിൾ നമ്പറും വിരഹങ്ക നമ്പറും ഒക്കെ തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? അത് നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഒന്നും കൂടി എഴുതിയത് കേട്ടോ. അപ്പോൾ ഈ നമ്പർ അറിയാവുന്നവർക്ക് ഇത് എടുത്തെഴുതേണ്ട കാര്യമില്ല, എന്നാലും എഴുതി പഠിക്കുന്നതാണ് നല്ലത്. ഈ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ കൂടെ എന്താ 6 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടി. ആ കിട്ടിയ നമ്പറിനെ 1 കൊണ്ട് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് 1. 6 + 1 6 + 1 7. 18 + 1 19. 36 + 1 37 അല്ലേ? 16 + 1 61. 90 + 1 91. അങ്ങനെ പോകും. എല്ലാം ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം പാറ്റേൺ ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കിക്കേ. ഈ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാ, ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? ആ ഹെക്സഗണിൻ്റെ കണക്ക് നിങ്ങൾ പഠിച്ചായിരുന്നോ? ഹെക്സഗൺ ഓർമ്മയുണ്ടോ? അതാണ് സംഭവം. അപ്പം വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ഇത് എങ്ങനെ നമുക്ക് കിട്ടുന്നു നോക്കാം കുഞ്ഞുങ്ങളെ. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയ്ക്കാണ്? 7 19 37 61 91 7 19 37 61 91. ഇത് കേൾക്കുമ്പോഴേ ഓർത്തോണം എന്താ കുഞ്ഞുങ്ങളെ? ഇത് നമ്മൾ പഠിച്ചതാണ്. എന്താ? ഹെക്സഗണിൻ്റെ ആണ്. ഏതാ? ഹെക്സഗണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം നമ്മൾ? ഡു യു എങ്ങനെയാണെന്ന് നമ്മൾ വരച്ച് കാണിക്കണം. അല്ലെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് നമുക്ക് 7 അല്ലേ കുഞ്ഞുങ്ങളെ കിട്ടിയത്? ഫസ്റ്റ് 7 അല്ലേ? ഈ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, കണ്ടേ 2. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? അല്ല, റെഗുലർ ട്രയാങ്കിൾ, റെഗുലർ പെൻറ്റഗൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എല്ലാ വശവും ഒരേപോലെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം, ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം കേട്ടോ. മനസ്സിലായോ? അതിനാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ നേരെ ഇരിക്കണം. ഇവിടെ 1, ഇവിടെയും കണ്ടോ, കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ 1 ആകുമ്പോൾ ഇവിടെയും 1,
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെയ്യാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ, ഇപ്പോൾ 6 നോക്കിക്കേ, ഇതിൻ്റെ മൊത്തം എത്ര? ഇവിടെ 6 ആണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ നടുക്ക് ഒരാളൂടെ ഉണ്ട്. അങ്ങനെ 1 7 ഫസ്റ്റ് നമുക്ക് കിട്ടി. കണ്ടോ? ഇനി രണ്ടാമത് ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതെല്ലാം കൂടെ ദാണ്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഈ കുത്തുകൾ ഇത് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതുന്നത്. ഫസ്റ്റ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? നടുക്കെഴുതാണ്ട് ഫസ്റ്റ് ഇപ്പം നമ്മൾ ഈ വരച്ചതാണ്. ഇത് ആണല്ലോ ഹെക്സഗൺ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 എണ്ണത്തിലാണ് 2 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എത്ര കുത്തുണ്ട്? 2 എണ്ണം. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ എത്ര കുത്ത് വരും? 3 കുത്ത് വരും. നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെക്സഗൺ വരയ്ക്കാൻ നല്ല വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റും, തെറ്റത്തില്ല. ഫസ്റ്റ് നമ്മൾ 2 കുത്ത് അല്ലേ? 2 കുത്തിട്ടിട്ട് ഇങ്ങനെ വരച്ച താഴെ എന്താണ് നമ്മൾ ഈ പാറ്റേൺ അപ്പും ഡൗണും ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇവിടെ 3 കുത്ത്, ഇവിടെയും 3 കുത്ത് കേട്ടോ. ഇവിടെ 3 കുത്താണേ, 1 2 3. അപ്പോൾ ഇങ്ങോട്ടും 3 കുത്ത്. റെഗുലർ ആയതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് വരും. ഇവിടെയും 1 2 1 ഇവിടെ 1 2 1 2 കണ്ടോ? നമ്മൾ എത്ര കുത്തിനെയാണോ ഇങ്ങോട്ട് കൊടുത്തത് അത്രയും തന്നെ അങ്ങോട്ടും കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? നോക്കിക്കേ, ആദ്യത്തേന് ഫസ്റ്റ് എന്താ 2, ഇവിടെയും 2, ഇവിടെ കണ്ടോ? ഓക്കെ ആണോ? അപ്പം നമ്മളിവിടെ മൊത്തം എത്രയാണ്? ആദ്യം 6ഉം 1ഉം 7. സംശയമില്ലല്ലോ. ഹെക്സഗണിൻ്റെ 6ഉം 1ഉം 7. ഇനിയും എന്താ? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് രണ്ടാമത് 19 വന്നത്. ഈ 19 വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടം വരെ വരച്ചപ്പോൾ 7 എണ്ണമായി. ഈ ബോക്സ് 7 എണ്ണമായി. അതിൻ്റെ കൂടെ നമ്മൾ എന്താണെന്നറിയോ? 12ഉം കൂടെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 6 6ആണ്. 6 ഹെക്സഗൺ. ഒരു 6 6ആണ്. അതിൻ്റെ ഈ നടുക്ക് കിടക്കുന്ന ഒന്നും കൂടി ആയപ്പോഴാണ് എന്താ 7 ആയത് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? ഇനി ഈ ആ 7ൻ്റെ കൂടെ ആ 7ആണ് ഈ കിടക്കുന്ന 7 കേട്ടോ, ഇവിടെ വരെയുള്ള 7. ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 6 കഴിഞ്ഞാൽ പിന്നെ 2 6 12. ആ 12ൻ്റെ കൂടെ ഈ 7ഉം കൂടെ കൂട്ടുമ്പോഴാണ് 19 വരുന്നത്. അപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് 7ന് സംശയമില്ലല്ലോ. ഇതാണ് ഒന്നാമത്തത്. ഇതൊന്ന് ഇത് ഫുള്ള് 7 ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂടെ 2 6 രണ്ടാമത്തെ ഹെക്സഗൺ ആയപ്പം 2 6 12ൻ്റെ കൂടെ ആ 7യുടെ കൂട്ടിയപ്പോൾ 19 ആയി. അപ്പം മൂന്നാമത്തെ എന്താവും നിങ്ങളെ? 3 × 6 18 അല്ലേ? അപ്പം നമ്മളെന്താ ആദ്യം നമുക്ക് കിട്ടിയ ഹെക്സഗണിനെ അങ്ങ് വരയ്ക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കണം. നിങ്ങൾക്ക് ആദ്യം 1 2 പിന്നെ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 കണ്ടോ? രണ്ടാമത്തെ. ഇതുവരെ നമ്മളിത് പഠിച്ചു. ഇനി മൂന്നാമത്തെ ഇവിടെ നമ്മൾ 1 2 3 ആണെങ്കിൽ ഇവിടെ 1 2 3 4. അപ്പോൾ ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4. ഇപ്പോൾ പിടി കിട്ടുന്നുണ്ടോ നിങ്ങളെ? 1 2 3 വന്നത് 3 × 6 18 കേട്ടോ. 18ൻ്റെ കൂടെ എന്ത് കൂടെ ചേർക്കണം? അതിൻ്റെ തൊട്ട് മുകളിലത്തെ എത്ര ആണോ കിട്ടിയത് അതുകൂടെ 19ആണ്. അപ്പം നമുക്ക് 37 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. നമ്മൾ ചെയ്യേണ്ട ഇതാണ് എന്താ? 61ൻ്റെ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 61ൻ്റെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണം? ആദ്യത്തെ എഴുതുക. ഇതുവരെ ഇപ്പോൾ 7. പിന്നെ അടുത്ത ഇത് 1 2. അപ്പോൾ അടുത്ത 3. ചാടി കയറി കുത്തി ചെയ്യല്ലേ. ഇവിടെ 1 2. അടുത്ത 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 കണ്ടോ? ഇനി അപ്പോൾ അടുത്ത ഇവിടെ 1 2 3 ആയപ്പോൾ ഇവിടെ 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കണ്ടോ?
ഇനി അടുത്ത ഇവിടെ 1 2 3 4 ആയപ്പോൾ ഇവിടെ 5. 1 2 3 4 5 5 5 5 5 5. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് വരയ്ക്കാൻ വേണ്ടിയാണ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായോ? ഫസ്റ്റ് നമുക്ക് 7 കിട്ടി, അതിന് സംശയമില്ലല്ലോ. 6 വട്ടത്തിലുള്ള കുത്തും നടുക്കലത്തെ കുത്തൂടായപ്പോൾ 7 അല്ലേ? ആ 7ൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് കൂട്ടണം കുഞ്ഞുങ്ങളെ? 2 6 12. 12ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 19. രണ്ടാമത് കിട്ടി. ആ 19ൻ്റെ കൂടെ 3 × 6 18. 18ഉം 19ഉം 37. ആ 37ൻ്റെ കൂടെ 4 എണ്ണമല്ലേ ഇത്? 1 1 2 3 4. 4 6 24. 4 6 24. പിന്നെ മേളിൽ കിട്ടിയ 37ഉം കൂടെ ആകുമ്പോൾ 61. ഇത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഹെക്സഗൺ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹെക്സഗൺ എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഓർത്തോണം? 6 കുത്തുകളാണ്. അതിൻ്റെ നടുക്ക് ഒരെണ്ണവും കൂടെ ഉണ്ട്, 7 കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തേന്ന് വെച്ച് 2 ഹെക്സഗൺ ഉണ്ടെങ്കിൽ 2 × 12. 2 × 6 12 ആണ്. ആ 12ൻ്റെ കൂടെ ഈ 7 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താ 19 വരുന്നത്. ഇനി 3 ഹെക്സഗൺ ആണെങ്കിൽ 1 2 3. 3 × 6 18. 18ഉം പിന്നെ ഏതാ അതിൻ്റെ 2 എണ്ണമുള്ള 19 കൂടെ കൂട്ടുമ്പോൾ 37. 4 എണ്ണമാണെങ്കിൽ 4 × 6 24. 24ൻ്റെ കൂടെ 37 കൂടെ കൂട്ടുമ്പോൾ 61. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 എണ്ണം നമ്മൾ എങ്ങനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാവും ഞങ്ങളെ? 5 ഡോട്ട് ഇടുക അല്ലേ? ഇതിപ്പോൾ 1 3 5 ആയപ്പോൾ അടുത്ത 6 എണ്ണം ഇടുക അല്ലേ? 6 എണ്ണം വിട്ട് വരച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ 6 എണ്ണം വരുമ്പോൾ കണ്ട് ഇങ്ങനെ 6 എണ്ണം 6 കുത്തുകൾ വരും അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? അടുത്ത 5 × 6 6 30. ആ 30ൻ്റെ കൂടെ ഈ 61 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 91 കിട്ടും. അങ്ങനെ ഇത് ഫില്ല് ചെയ്യാം. ആ പാറ്റേൺ പൂർത്തീകരിക്കാം. ഓക്കെ ആണോ? 7ാമത്തെ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതൊരു ഇച്ചിരി വലിയ കണക്കാണ് കേട്ടോ. അടുത്ത 8ാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ. വാട്ട് ഹാപ്പൻ വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് ഹെക്സഗണൽ നമ്പേഴ്സ്? അതായത് എന്താ? ദാറ്റ് ഈസ് ടേക്ക് 1 1 + 7 1 + 7 + 19 1 + 7 + 19 + 37 അല്ലേ? ഇപ്പം നമ്മൾ എഴുതിയ ഹെക്സഗണൽ നമ്പറാണ് അല്ലേ? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് എ പിക്ചർ ഓഫ് എ ക്യൂബ്? നോക്കൂ കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഇതെന്താ? ക്യൂബാണ് അല്ലേ? റുബിക്സ് ക്യൂബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്യൂബാണ്. അപ്പോൾ ഇത് നോക്കിയേ, നമ്മളിപ്പോൾ ചെയ്ത രീതി വെച്ച് 1 7 19 37 അത് കിട്ടി എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇപ്പം നമ്മളങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. 1 × 6 6. 6ൻ്റെ കൂടെ ഒന്നുകൂടെ ഇവിടെ 7. 2 × 6 12 12ൻ്റെ കൂടെ 7 കൂടെ കൂട്ടുമ്പോൾ 19. 3 × 6 18 18ൻ്റെ കൂടെ 19 കൂടെ കൂട്ടുമ്പോൾ 37. 4 × 6 24 24ൻ്റെ കൂടെ 37 കൂട്ടുമ്പോൾ 61. 5 × 6 30 30ൻ്റെ കൂടെ ഈ 61 കൂടെ കൂട്ടുമ്പോൾ 90. ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു ഹെക്സഗണിനെ കുറിച്ചല്ലേ. അവർ പറഞ്ഞ എന്താ? വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് ഹെക്സഗണൽ നമ്പർ എഴുതി. പിന്നെ എന്താ കുഞ്ഞുങ്ങളെ ചോദിച്ചത്? വാട്ട് ഹാപ്പൻ വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് ഹെക്സഗണൽ നമ്പർ? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്താ ഈ നമ്പറുകൾ തങ്ങളിൽ ഒന്ന് കൂട്ടി നോക്കാനാണ് പറയുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ. ഈ നമ്പറുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് 1 ആദ്യത്തെ 1 ആണ് അല്ലേ? ഇത് പിന്നെ തങ്ങളിൽ കൂട്ടുമ്പോൾ 1ഉം 7ഉം അല്ലേ? 1ഉം 7 കൂടെ കൂട്ടിയപ്പോൾ 8 പിന്നെ 1 7 19 കൂടെ കൂട്ടിയപ്പോൾ 27 1 7 19 37 കൂടെ കൂട്ടിയപ്പോൾ 64 അങ്ങനെ പോവുകയാണ് ഈ പാറ്റേൺ അല്ലേ? ഇതിൻ്റെ ആൻസർ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? നോക്കിയേ. 1 8 27 64 എന്ന് പറഞ്ഞ എന്താ കുഞ്ഞുങ്ങളെ? ഇത് ക്യൂബാണ്. എന്താ കുഞ്ഞുങ്ങളെ? ക്യൂബാണ്. 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് എത്ര? 64, 5ൻ്റെ ക്യൂബ് അങ്ങനെ പോകുന്നത്. ഇതെന്താ നമുക്ക് കിട്ടുന്നത്? ക്യൂബാണ് നമുക്ക് കിട്ടുന്നത്. ക്യൂബ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1 3 വട്ടം ഉണ്ടെന്ന് അറിയാമല്ലോ. 1 3 വട്ടം ഉണ്ടത്. 1 × 1 1 1 × 1 1. 2ൻ്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 വട്ടം ഉണ്ട്. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം. ക്യൂബ് എന്ന് വെച്ചാൽ 3 വട്ടം. 2 2 4 4 2 8. 3ൻ്റെ ക്യൂബ് 3 ക്യൂബ് എന്ന് വെച്ചാൽ 3 3 വട്ടം ഉണ്ടെന്നാ. 3 × 3 6 എന്ന് എഴുതി വെക്കല്ലേ. 3 × 3 9 9 × 3 27 അങ്ങനെ എഴുതുന്നത്. 3 വട്ടം എല്ലാം എഴുതുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത്. 8ാമത്തെ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 8ാമത്തെ ഓക്കെ ആണോ?
ഓക്കെ, അടുത്ത നമ്മൾ നോക്കിയേ 9ാമത്തെ ഒരു അല്ലാതെ ഒരെണ്ണം നിങ്ങളുടെ പാറ്റേൺ എഴുതാനാണ്ട് അത് നമ്മൾ ഇപ്പോൾ വരച്ച ക്യൂബിൻ്റെ ഈ പടം കേട്ടോ. ടെസ്റ്റ് പടം തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എഴുതിയ ക്യൂബിൻ്റെ. അടുത്ത നോക്ക് പാറ്റേൺ ഇൻ ഷേപ്പാണ്. ഷേപ്പ് കേട്ടോ, പാറ്റേൺ ഇൻ ഷേപ്പ്. 1D 1D അല്ല 1D 2D 3D എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പാറ്റേണുകളാണ്. നിങ്ങളുടെ പേജ് നമ്പർ 10 കുറേ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെ. എന്താണ് ഈ പാറ്റേൺ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. 3 സൈഡ്, ഇത് റെഗുലർ ഷേപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, മുമ്പ് ഞാൻ പറഞ്ഞു റെഗുലർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എത്ര വശമുണ്ടോ അത്രയും വശവും സെയിം ആയിരിക്കും. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് റെഗുലർ ട്രയാങ്കിൾ ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിനെ റെഗുലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ആണ്, ഇവിടെ 3, ഇവിടെ ഇപ്പോൾ 3 സൈഡാണ് ട്രയാങ്കിൾ. അതുപോലെ തന്നെയാണ് റെഗുലർ ക്വാഡ്രിലേറ്റർ. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ റെഗുലർ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആവും ഞങ്ങൾ കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 4 വശവും ഒരുപോലെയാണ് അല്ലേ. 4 വശവും ഒരുപോലെയാണെങ്കിൽ അത് ആരാ, സ്ക്വയർ അല്ലേ. അപ്പം 4 സൈഡ്, ഇവിടെ 3 സൈഡ്, ഇവിടെ 4 സൈഡ്, ഇവിടെ ഒക്കെ പെൻറ്റഗൺ. 5 സൈഡുള്ള, ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ 5 സൈഡുള്ളതിനെ പെൻറ്റഗൺ, 6 സൈഡുള്ളതിനെ ഹെക്സഗൺ, 7 സൈഡുള്ളതിനെ ഹെപ്റ്റഗൺ, സെപ്റ്റഗൺ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഹെപ്റ്റഗൺ എന്നും സെപ്റ്റഗൺ എന്നും ചില ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഹെപ്റ്റഗൺ, പിന്നെ ഒക്റ്റഗണ്. ഒക്റ്റഗൺ എന്ന് വെച്ചാൽ 8 സൈഡുണ്ട്. നനഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സൈഡ്. 10 സൈഡുള്ളതിനെ നമ്മൾ ഡെക്കാഗൺ എന്നുമാണ് പറയുന്നത്. ഇതാണ് റെഗുലർ പോളിഗൺ. ഇത് നമ്മൾ പാറ്റേൺ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. എന്താണ് ഗ്രാഫിക്കൽ പടം വരച്ചിട്ട് ഗ്രാഫിക്കലി പാറ്റേൺ ആണ് അല്ലേ, പടം വരച്ച് എഴുതാനാണ്. മനസ്സിലായോ നിങ്ങളെ? ഇവിടെ നമ്മൾ എല്ലാ വശവും ഒരുപോലെ ആയിരിക്കണം. അതാണ് ഈ റെഗുലർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഗുലർ ഹെപ്റ്റഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 7 സൈഡ്, ഇവിടെ നമ്മളിപ്പോൾ 2 ആണ്, ഇവിടെയും 2, ഇവിടെയും 2 ഒക്കെ ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണത് റെഗുലർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? 3 സൈഡുള്ളത് ട്രയാങ്കിൾ, 4 സൈഡ് ക്വാഡ്രിലേറ്റർ, 5 സൈഡ് പെൻറ്റഗൺ, 6 സൈഡ് ഹെക്സഗൺ, 8 സൈഡ് ഹെപ്റ്റഗൺ, 7 സൈഡ് ഹെപ്റ്റഗൺ, 8 സൈഡ് ഒക്റ്റഗൺ, 9 സൈഡ് നൊനഗൺ, 10 സൈഡ് ഡെക്കാഗൺ. ഓക്കെ ആണോ? അതുപോലെ തന്നെയാണ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇവിടെ എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കിയേ. ഒരു ലൈൻ അല്ലേ, ഒറ്റ ലൈനേ ഉള്ളൂ. പക്ഷേ ഇവിടെ 1 2 3 ലൈൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 7 ഉണ്ട് ഇവിടെ. 1 മൊത്തം 4 5 6, ഇവിടെ 6 ലൈൻ ഉണ്ട് അല്ലേ. 1 കേട്ടോ നിങ്ങളെ, ഇവിടെ 1 ലൈൻ, ഇവിടെ 3 ലൈൻ, ഇവിടെ 6 ലൈൻ, ഇവിടെ മൊത്തം 10 ലൈൻ ഉണ്ട് കേട്ടോ. 10, അതായത് എത്ര? 1 2 3 4 5 6 7 8 9 10 ലൈൻ. ഇവിടെ 10 കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾ? 1 3 6 10 എന്തുവാ അടുത്ത എന്തുമായിരിക്കും? അതായത് 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോഴാണ് 3 അല്ലേ. 3ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോഴാണ് എന്ത്? അല്ല, 3ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോഴാണ് 6. അപ്പോൾ 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോഴാണ് 10. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് 1 ലൈൻ 1, ഇത് 3, ഇത് 6, ഇത് 10, ഇത് 15, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. ഈ 1ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടി? 2 കൂടി കൂട്ടിയപ്പോഴാണ് 3 വന്നത്. 3ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോഴാണ് 6 വന്നത്. 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോഴാണ് 10 വന്നത്. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 10ൻ്റെ കൂടെ 5 കൂടെ കൂട്ടണം അല്ലേ. 2 3 4 5, അപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ? ഇവിടെ 15 ആയിരിക്കും അല്ലേ. പിന്നോ 15ൻ്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത കംപ്ലീറ്റ് ഗ്രാഫ്, അടുത്ത ഗ്രാഫ് കിട്ടും അല്ലേ. K7 കിട്ടും അല്ലേ. K6 വരെ കിട്ടില്ല, അപ്പോൾ K7 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഈ സംഭവം. അതുപോലെ തന്നെ സ്റ്റാക്ക്ഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 1 2, ഇതിനൊരു ക്ലൂ ഉണ്ട് കുഞ്ഞുങ്ങളെ. 1 ഇവിടെ 1 2, ഇവിടെ 1 2 3, 1 2 3 4, 1 2 3 4 5, അപ്പോൾ ഇപ്പോഴത്തെ 6 7 ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് വരച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ ചാപ്റ്ററിൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ പഠിച്ചതാണ്. റെഗുലർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ? എത്ര സൈഡുണ്ടോ അത്രയും സൈഡും ഈക്വൽ ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 5 നമ്മൾ ട്രയാങ്കിളിൻ്റെ ഇവിടെ 5 എടുക്കുന്നെങ്കിൽ ഇവിടെ 5 ആയിരിക്കണം, ഇവിടെ 5 ആയിരിക്കണം. ഒരു സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. അതിനാണ് നമ്മൾ റെഗുലർ ട്രയാങ്കിൾ
ക്വാഡ്രിലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, റെഗുലർ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ അത് സ്ക്വയർ ആണ് കേട്ടോ. കാരണം എന്താ, 4 സൈഡും ഒരുപോലെയാണ്. ഹെക്സഗണ്, ഹെപ്റ്റഗണ്, ഒക്ടഗണ്, നൊനഗൺ, ഡെക്കഗൺ അല്ലേ. ഓക്കെ ആണോ? അത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.